ഇപ്പോൾ ഇടുക്കിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. അവിടെ പന്നിയാറിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഈ അരിക്കൊമ്പൻ ഇറങ്ങി തകർത്ത റേഷൻ കടയിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് മറ്റൊരു കാട്ടാന. നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. ഓക്കെ, സന്ദീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, എപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത്? മറ്റേ ഈ അരിക്കൊമ്പൻ ഇറങ്ങി അതേ സ്ഥലത്താണോ ഈ ആനയും വന്നത്? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. അരിക്കൊമ്പൻ ഏതാണ്ട് 11 തവണ തകർത്ത റേഷൻ കടയാണ് ഇപ്പോൾ ഈ അരിക്കൊമ്പൻ പോയതിനു ശേഷം ചക്കക്കൊമ്പൻ ഇറങ്ങി തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അരിക്കൊമ്പൻ മുമ്പ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ പന്നിയാർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ അതുമായി ബന്ധപ്പെട്ട ഈ റേഷൻ കട നിരന്തരമായി തകർക്കുകയും റേഷൻ ഇവർക്ക് വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി എത്തുകയും ചെയ്തപ്പോഴായിരുന്നു ഈ സംസ്ഥാനത്ത് വനമന്ത്രി അടക്കം ഇടപെട്ട് ഇവിടെ ജില്ലാ കളക്ടർ നേരിട്ട് അടിയന്തര യോഗം വിളിക്കുകയും പിന്നീട് ഈ റേഷൻ കട പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അരിക്കൊമ്പനെതിരെ രൂപപ്പെട്ട ഒരു മേഖല കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പൻ പോയതിനു ശേഷം ഏറ്റവും ആശ്വാസമുണ്ടായിരുന്ന ഒരു പ്രദേശവുമായിരുന്നു ഈ പന്നിയാർ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത്. പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിൽ ഈ അടുത്ത നാളുകളിലെങ്ങും മറ്റ് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അരിക്കൊമ്പൻ പോയതിനു ശേഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ചക്കക്കൊമ്പൻ ഈ മേഖലയിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സ്ഥിതിയാണുള്ളത്. ഈ റേഷൻ കടയ്ക്ക് മുഴുവനും വനം വകുപ്പ് ഫെൻസിങ് ഇട്ടിരുന്നു. ഇതിന്റെ സമീപത്ത് ഉണ്ടായിരുന്ന സ്കൂളിനും ഫെൻസിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സമീപത്ത് ഈ ഫെൻസിങ്ങിനോട് ചേർന്ന് നിന്ന ഒരു കൊടിമരം, ആ കൊടിമരം തകർത്താണ് ഈ ഫെൻസിങ്ങിന് മുകളിലേക്ക് ഇട്ടുകൊണ്ട് അത് തകർത്താണ് ഈ അരിക്കൊമ്പൻ അകത്തേക്ക് കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് പുലർച്ചെ ഒരു 3:30 കൂടിയാണ് അരിക്കൊമ്പൻ എത്തുകയും ഈ റേഷൻ കടയിലേക്കുള്ള ഫെൻസിങ് തകർത്ത അകത്ത് കടക്കുകയും ചെയ്തിരിക്കുന്നത്. റേഷൻ കടയുടെ ഭിത്തി പൂർണ്ണമായിട്ടും സന്ദീപ്, അങ്ങനെ അരിക്കൊമ്പൻ ആക്രമിച്ച റേഷൻ കട വീണ്ടും മറ്റൊരു കാട്ടാനെ ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇതിനിടയിൽ ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം നടക്കുക. ഇന്ന് രാവിലെ 10 മണിക്കാണ് സർവകക്ഷി യോഗം. അതേസമയം ഇടുക്കിയിൽ വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. അതിൽ